പെബിൾസ് മലയാളം. ഐസക്കിന്റെ വിവാഹം. അബ്രഹാമിന്റെ പുത്രനായ ഐസക് വളർന്നു ഒരു യുവാവായി. അബ്രഹാമിന് അവനെ ഒരു വിവാഹം കഴിപ്പിക്കണമായിരുന്നു. പെൺകുട്ടി മെസൊപ്പൊട്ടേമിയയിൽ നിന്നും വേണമെന്നായിരുന്നു ആഗ്രഹം. ഐസക്കിന് യോജിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായി അബ്രഹാം തന്റെ ജോലിക്കാരനെ അയച്ചു. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ജോലിക്കാരനും മറ്റു ഒട്ടകങ്ങളുടെ പുറത്ത് സമ്മാനങ്ങളുമായി മെസൊപ്പൊട്ടേമിയയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മെസൊപ്പൊട്ടേമിയയിലെത്തിയപ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചു ദാഹിച്ചു വലഞ്ഞു. അദ്ദേഹം ഒരു കിണർ കണ്ടു. അദ്ദേഹം സ്വയം പറഞ്ഞു, ദൈവമേ, എന്റെ യജമാനന്റെ പുത്രനെ യോജിച്ച ഭാര്യയെ കണ്ടെത്താൻ കഴിയണേ. കിണറിനടുത്തു നിന്ന് ധാരാളം പെൺകുട്ടികൾ അവരുടെ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് വെള്ളം ചോദിക്കാൻ തീരുമാനിച്ചു. ഏത് പെൺകുട്ടിയാണോ തന്റെ ഒട്ടകത്തിനും കൂടി വെള്ളം കൊടുക്കുന്നത്, ആ പെൺകുട്ടിയെയായിരിക്കും ദൈവം ഐസക്കിന്റെ ഭാര്യയാകാൻ തെരഞ്ഞെടുത്തത്. അദ്ദേഹം പെൺകുട്ടികളോട് വെള്ളം ചോദിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. ഒട്ടകത്തിന് ദാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൾ ഒട്ടകത്തിനും വെള്ളം കൊടുത്തു. അദ്ദേഹം തീരുമാനിച്ചു, ഇതുതന്നെയാണ് ഐസക്കിന് അനുയോജ്യയായ പെൺകുട്ടി. അവളുടെ പേര് റബേക്ക എന്നായിരുന്നു. അദ്ദേഹം അവളോട് ഐസക്കിനെ കുറിച്ച് പറഞ്ഞു. അവൾക്ക് വളരെയധികം സന്തോഷമായി. അവൾ അവളുടെ അച്ഛന്റെ അനുവാദത്തോടെ ഐസക്കിനെ കാണാൻ പോയി. ഐസക്കും റബേക്കയും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അവർക്ക് ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു. ഇസാഹു, ജേക്കബ് എന്നായിരുന്നു അവരുടെ പേരുകൾ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ യേശു. ഒരു ദിവസം ദൈവപുത്രനായ യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയായിരുന്നു. അതിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഈ തടാകം കടന്ന് അക്കരെ എത്തണമെന്ന്. അങ്ങനെ യേശുവും ശിഷ്യന്മാരും ഒരു ബോട്ടിൽ തടാകം കുറുകെ കടക്കാൻ തുടങ്ങി. യേശു ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് കാറ്റും മഴയും വന്നത്. ശക്തമായ തിരമാലകൾ വന്ന് ബോട്ടിനെ ഉലയ്ക്കാൻ തുടങ്ങി. ശക്തമായ കാറ്റും വീശി തുടങ്ങി. ശിഷ്യന്മാരെല്ലാം പേടിച്ചു വിറച്ചു. അങ്ങനെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി. ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ബോട്ട് കൊടുങ്കാറ്റിന്റെ പിടിയിൽ അകപ്പെട്ടു. ബോട്ടിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം മുങ്ങി മരിക്കും. യേശു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. യേശു തിരമാലകളെയും കാറ്റിനെയും നോക്കി പറഞ്ഞു, നിശബ്ദരാകൂ, അനങ്ങാതിരിക്കൂ. യേശുവിന്റെ വാക്കുകൾ കേട്ട് കാറ്റ് ആഞ്ഞടിക്കുന്നത് നിർത്തുകയും തടാകത്തിലെ വെള്ളം ശാന്തമാകുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് ശിഷ്യന്മാർ സ്തംഭിച്ചു നിന്നുപോയി. ആരാണ് ഇദ്ദേഹം? പ്രകൃതി വരെ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം അർപ്പിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.